എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് രാമായണ കഥയൊന്ന് കേൾക്കാം. സൂര്യവംശ രാജാവായിരുന്ന ദശരഥൻ അയോധ്യ ഭരിച്ചിരുന്ന കാലഘട്ടം. ഇദ്ദേഹത്തിന് കൗസല്യ, കൈകേയി, സുമിത്ര എന്നിങ്ങനെ 3 ഭാര്യമാരുണ്ടായിരുന്നു. വളരെ കാലം സന്താനങ്ങളില്ലാതിരുന്ന ദശരഥൻ കുലഗുരുവായ വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം പുത്രകാമേഷ്ടി യാഗം നടത്തിയതിൻ്റെ ഫലമായി കൗസല്യയിൽ രാമനും, കൈകേയിയിൽ ഭരതനും, സുമിത്രയിൽ ലക്ഷ്മണ ശത്രുഘ്നന്മാരും ഇദ്ദേഹത്തിന് മക്കളായി ജനിച്ചു. കൗമാരകാലത്ത് തന്നെ രാമൻ വിശ്വാമിത്ര മഹർഷി ആവശ്യപ്പെട്ടതനുസരിച്ച് വനത്തിൽ ചെന്ന് താടക തുടങ്ങിയ രാക്ഷസരെ നിഗ്രഹിച്ച് മുനിമാരെ രക്ഷിച്ചു. അയോധ്യയിലേക്ക് മടങ്ങുന്നതിനിടയിൽ മിഥില രാജധാനിയിൽ നടക്കുന്ന സീതാദേവിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ വിശ്വാമിത്രൻ ശ്രീരാമനെയും കൊണ്ട് അവിടേക്ക് യാത്രയായി. ശിവൻ സമ്മാനിച്ച പിനാകം എന്ന ശൈവചാപം കുലയ്ക്കുന്ന രാജകുമാരന് മാത്രമേ തൻ്റെ മകളായ സീതയെ വിവാഹം കഴിച്ച് നൽകുകയുള്ളൂ എന്ന് ജനകരാജാവ് പ്രഖ്യാപിച്ചിരുന്നു. പ്രഗത്ഭരായ പല രാജാക്കന്മാർ ശ്രമിച്ചിട്ടും ഒന്ന് അനക്കുവാൻ പോലും കഴിയാതിരുന്ന ശൈവചാപം ശ്രീരാമൻ എടുത്തുയർത്തി ഞാൻ വലിച്ചുകെട്ടാൻ ശ്രമിക്കുമ്പോൾ ശൈവചാപം 2ആയി മുറിഞ്ഞു. സന്തുഷ്ടനായ ജനകൻ തൻ്റെ മകളെ ശ്രീരാമന് വിവാഹം ചെയ്തു നൽകി. സീതയുടെ 3 അനുജത്തിമാരെ രാമൻ്റെ 3 അനുജന്മാർ വിധിയാം വണ്ണം വിവാഹം ചെയ്തു. രാമനെ അയോധ്യയുടെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ ദശരഥൻ എല്ലാ ഏർപ്പാടുകളും പൂർത്തിയാക്കിയപ്പോൾ മന്ദര എന്ന തോഴിയുടെ നിരന്തരമായ പ്രേരണ നിമിത്തം ദുഷ്ടചിന്തയ്ക്ക് അടിമപ്പെട്ട കൈകേയി ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ദശരഥ മഹാരാജാവ് തനിക്ക് നൽകാമെന്ന് പറഞ്ഞ 2 വരങ്ങൾ ഇപ്പോൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിലൊന്ന് ഭരതനെ യുവരാജാവാക്കണമെന്നതും രണ്ടാമത്തേത് രാമനെ 14 വർഷത്തേക്ക് കാട്ടിൽ അയക്കണമെന്നുള്ളതുമായിരുന്നു. ഭാര്യയുടെ ഇത്തരത്തിലുള്ള അതിക്രൂരമായ ആവശ്യങ്ങൾ കേട്ട് ദശരഥൻ മോഹാലസ്യപ്പെട്ടു വീണു. അച്ഛൻ്റെ വേദന മനസ്സിലാക്കിയ രാമൻ തൻ്റെ അച്ഛൻ്റെ സത്യം പാലിക്കുവാനായി വനത്തിലേക്ക് പുറപ്പെട്ടു. തൻ്റെ ജ്യേഷ്ഠന് ഇത്തരമൊരവസ്ഥ വന്നതിൽ ലക്ഷ്മണൻ അത്യധികം കുപിതനായി. എന്നാൽ ശ്രീരാമൻ ലക്ഷ്മണനെ കാര്യങ്ങൾ പറഞ്ഞ് ശാന്തനാക്കി. ഒടുവിൽ വനത്തിലേക്ക് പുറപ്പെട്ട രാമനെ സീതയും ലക്ഷ്മണനും അനുഗമിച്ചു. തൻ്റെ മകനെ വേർപെട്ട ദുഃഖത്തിൽ വേദനിച്ച് ദശരഥൻ മരിച്ചു. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഭരതൻ അയോധ്യയിലില്ലായിരുന്നു. മടങ്ങി വന്ന ഭരതൻ വിവരങ്ങളെല്ലാം അറിയുകയും വളരെയധികം ദേഷ്യത്തോടെ തൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തുകയും വനത്തിൽ ചെന്ന് രാമനോട് രാജ്യത്തിലേക്ക് മടങ്ങി വരാൻ അപേക്ഷിക്കുകയും ചെയ്തു. പിതാവിൻ്റെ വാക്കുപാലിക്കാൻ താൻ ബാധ്യസ്ഥനാണ് എന്നതിൻ്റെ പേരിൽ രാമൻ ഭരതൻ്റെ അപേക്ഷ നിരസിച്ചു. രാമൻ്റെ തീരുമാനത്തിൽ ദുഃഖിതനായ ഭരതൻ അദ്ദേഹത്തിൻ്റെ മെതിയടി ആവശ്യപ്പെടുകയും ആ മെതിയടിയെ പൂജിച്ചുകൊണ്ട് രാമൻ്റെ പ്രതിപുരുഷനായി രാജ്യം ഭരിക്കുകയും ചെയ്തു. ഗോദാവരി തീരത്ത് പഞ്ചവടിയിൽ ഒരാശ്രമത്തിൽ വസിക്കുന്ന കാലത്ത് രാമലക്ഷ്മണന്മാരെ പ്രണയാഭ്യർത്ഥനയുമായി സമീപിച്ച ശൂർപ്പണഖ എന്ന രാക്ഷസി 2 പേരും തൻ്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിൽ ദേഷ്യം പൂണ്ട് ഭീകരരൂപം പ്രകടിപ്പിച്ചു. ലക്ഷ്മണൻ ദേഷ്യത്തോടുകൂടി അവളുടെ അംഗങ്ങൾ ഛേദിച്ചു കളഞ്ഞു. ശൂർപ്പണഖയുടെ സഹോദരൻ ലങ്കാധിപനായ രാവണൻ ഇതറിയുകയും തൻ്റെ സഹോദരിയോട് ഇങ്ങനെ പ്രവർത്തിച്ചവരോട് പകരം വീട്ടുമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. തൻ്റെ മന്ത്രിയായ മാരീചനോടൊത്ത് കപടതന്ത്രപ്രയോഗത്താൽ രാമലക്ഷ്മണന്മാരെ ആശ്രമത്തിൽ നിന്ന് അകറ്റിയിട്ട് സീതയെ അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുപോയി. അവിടെ അശോകവനത്തിൽ സീത രാക്ഷസിമാരാൽ ചുറ്റപ്പെട്ട് ദുഃഖിതയായി കഴിഞ്ഞുകൂടി. സീതയെ അന്വേഷിച്ച് നടന്ന രാമൻ വെട്ടേറ്റു വീണ ജടായു എന്ന പക്ഷിയെ കണ്ട് സീതയെ രാവണൻ അപഹരിച്ച കഥ മനസ്സിലാക്കി. അനന്തരം അദ്ദേഹം സുഗ്രീവൻ, ഹനുമാൻ എന്നീ വാനര പ്രമുഖരുമായി സഖ്യം ചെയ്ത് ബാലി എന്ന വാനര രാജാവിനെ നിഗ്രഹിച്ച് സുഗ്രീവനെ കിഷ്കിന്ധ രാജാവാക്കുകയും ഹനുമാനെ ലങ്കയിലേക്ക് സീതയെ അന്വേഷിക്കുന്നതിനായി അയക്കുകയും ചെയ്തു. ഹനുമാൻ സീതയെ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ചതിനോടൊപ്പം അശോകവനം തകർത്ത് രാവണന് മുന്നറിയിപ്പും കൊടുത്തു. രാവണന് സഹോദരനായ വിഭീഷണനും രാമനെ അഭയം പ്രാപിച്ചു. രാമൻ
വാനര സൈന്യത്തിൻ്റെ സഹായത്തോടെ ലങ്കയിലേക്കൊരു പാലം പണിയുകയും അതിലൂടെ ലങ്കാരാജ്യത്ത് പ്രവേശിച്ച് രാവണനുമായി യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. അതിശക്തമായ രാമരാവണ യുദ്ധത്തിൽ രാവണനും ബന്ധുക്കളും സൈന്യവും മരിച്ചു. വിഭീഷണനെ രാക്ഷസ രാജാവാക്കി. സീതയോടൊപ്പം രാമൻ അയോധ്യയിൽ മടങ്ങിവന്ന് രാജ്യഭാരം ഏറ്റെടുത്തു. രാവണൻ്റെ കൊട്ടാരത്തിൽ ഏറെ നാൾ കഴിഞ്ഞ സീതയെക്കുറിച്ച് ഒരു അലക്കുകാരൻ അപവാദം പറയുന്നത് കേട്ട ശ്രീരാമൻ രാജ്യധർമ്മം പാലിക്കുന്നതിൻ്റെ ഭാഗമായി പൂർണ്ണ ഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു. വാത്മീകിയുടെ ആശ്രമത്തിൽ വെച്ച് സീത രാമപുത്രന്മാരായ ലവനെയും കുശനെയും പ്രസവിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം വസിഷ്ഠൻ്റെ ഉപദേശമനുസരിച്ച് രാമൻ അശ്വമേധയാഗം നടത്താൻ തയ്യാറായെങ്കിലും അതിൻ്റെ നിയമമനുസരിച്ച് തന്നോടൊപ്പം ഇരിക്കുവാൻ പുതിയ ഒരു പത്നിയെ സ്വീകരിക്കുന്നതിന് സന്നദ്ധനായില്ല. യാഗശാലയിൽ ശ്രീരാമൻ സീതയുടെ ഒരു സ്വർണ്ണ വിഗ്രഹമുണ്ടാക്കി അതായിരുന്നു തൻ്റെ അരികിൽ പ്രതിഷ്ഠിച്ചത്. അശ്വമേധയാഗത്തിൻ്റെ യാഗാശ്വത്തെ പിടിച്ചുകെട്ടിയ ലവകുശന്മാരോട് ലക്ഷ്മണന് യുദ്ധം ചെയ്യേണ്ടി വരും എന്ന ഘട്ടത്തിൽ സീതാദേവി അവിടെ വരികയും അവർ ആരാണെന്ന് പരസ്പരം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. രാമൻ്റെ നിർദ്ദേശപ്രകാരം വാത്മീകിയോടൊപ്പം യാഗശാലയിലെത്തിയ പുത്രന്മാരെ രാമൻ സ്വീകരിക്കുന്നു. സീതയെയും കൊട്ടാരത്തിലേക്ക് രാമൻ ക്ഷണിക്കുന്നു. എന്നാൽ കൊട്ടാരത്തിലെത്തിയ സീത സ്വയം മഹാരാജാവിൻ്റെ പത്നീസ്ഥാനം ഏറ്റെടുക്കാതെ ഭൂമിക്കുള്ളിൽ അന്തർധാനം ചെയ്തു. ഇതാണ് രാമായണത്തിൻ്റെ കഥ.